ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നല്ലൊരു ബാത്റൂം എത്ര നീളം വേണം, എത്ര വീതി വേണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എല്ലാം ഒറ്റ ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ വാഷ് ബേസിൻ വന്നു. വാഷ് ബേസിന് വേണ്ടിയിട്ട് 60 സെൻറ്റിമീറ്റർ, കുളിക്കുന്ന ഏരിയയ്ക്ക് വേണ്ടി 90 സെൻറ്റിമീറ്റർ, നമ്മുടെ ക്ലോസറ്റിന് വേണ്ടി 90 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 240 സെൻറ്റിമീറ്റർ നമുക്ക് മൊത്തം നീളം വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീതി നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 90 90 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ 240 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ സെക്ഷനുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഒരേ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഡോറ് തുറന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ, അതിനുശേഷം നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അതിനുശേഷമാണ് നമ്മുടെ കുളിക്കുന്ന ഏരിയ വരുന്നത്. ഇവിടെ നമ്മൾ വാഷ് ബേസിൻ ആദ്യം കൊടുത്തു, അതിനുശേഷം പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു, അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ കുളിക്കുന്ന ഏരിയ വന്നിരിക്കുന്നത്. കുളിക്കുന്ന ഏരിയയുടെ സൈഡിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡൈവേർട്ടർ സിസ്റ്റം ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഏറ്റവും എൻഡിലാണ് ട്രാപ്പിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുളിക്കുന്ന ഏരിയ കുറച്ച് താഴ്ത്തി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ സോപ്പ് ഡിഷ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ സോപ്പ് ഡിഷിൽ നിന്ന്, അതായത് നമ്മൾ ഉപയോഗിച്ച സോപ്പിൽ നിന്ന് വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്രാപ്പിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ തന്നെ താഴ്ത്തിയിടുന്നുണ്ട്, കുളിക്കുന്ന ഏരിയ താഴ്ത്തിയിടുന്നുണ്ട്. ഇവിടെ കുളിക്കുന്ന വെള്ളം നമ്മൾ ഇങ്ങറ്റത്തേക്ക് ഒഴുകി പോകാനുള്ള ചാൻസസ് കുറവാണ്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലോസറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസസും കൂടുതലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ക്ലോസറ്റിൻ്റെ ഏരിയ കഴിഞ്ഞതിന് ശേഷം, അതായത് നമുക്ക് കുളിക്കുന്ന ഏരിയ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുളിക്കുന്ന ഏരിയ കൊടുക്കാതെ അറ്റത്തേക്ക് തന്നെ നമുക്ക് കുളിക്കുന്ന ഏരിയ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഫ്ലഷിൻ്റെ കാര്യങ്ങൾ നോക്കി തന്നെ അറിയാൻ പറ്റും. ഫ്ലഷ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ 90 സെൻറ്റിമീറ്റർ ആദ്യമേ പറഞ്ഞു. അതായത് ആദ്യം കുളിക്കുന്ന ഏരിയ, പിന്നെ 90 സെൻറ്റിമീറ്റർ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നു. അതിൻ്റെ സെൻറ്ററായിട്ടാണ് കൺസീലർ ഫ്ലഷ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന 60 സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ സെക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ഥലത്ത് വന്ന് അതിൽ നിന്ന് 90 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കൺസീൽഡ് ഫ്ലഷിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പുറത്തേക്ക് പോകുന്ന സ്ഥലത്താണ് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, കുളിക്കുന്ന ഏരിയയിൽ നിന്ന് വെള്ളം ഒരിക്കലും ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ തെന്നി വിടാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, അതിനുവേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മളൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വിച്ച് ബോർഡ് പ്ലഗ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് അധികം വെള്ളം കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസസ് ഇല്ല. കുളിക്കുന്ന സമയത്താണെങ്കിൽ വെള്ളം ഇങ്ങോട്ട് വരില്ല. ബാത്റൂമിൽ നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കണമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ള വ്യക്തമായ ഒരു ഉത്തരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളിപ്പോൾ അങ്ങേയറ്റത്തേക്കാണ് കുളിക്കുന്ന ഏരിയ ആണെങ്കിൽ കുളിക്കുന്ന ഏരിയയിൽ നിന്ന് തെറിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഏരിയയിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബാത്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ലെയറിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ആദ്യമേ തന്നെ വാഷ് ബേസിൻ, തൊട്ടപ്പുറത്ത് നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേയറ്റത്തായിട്ട് നമുക്ക് കുളിക്കുന്ന ഏരിയ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് നല്ല സൗകര്യപ്രദമായിട്ട് എല്ലാം ഒരേ ലെയറിലായതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ബാത്റൂമിൽ ഫീൽ ചെയ്യുകയും ചെയ്യും. അപകടങ്ങൾ മാക്സിമം, അതായത് ബാത്റൂമിൽ തെന്നി വീഴുന്ന അപകടങ്ങൾ കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ട്രാപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് കുളിക്കുന്ന ഏരിയയുടെ അറ്റത്തായിട്ടാണ് ട്രാപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ആളുകൾ കൂടുതൽ കാണുന്ന എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം, എന്നാലും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു എനർജി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്യുക ഫ്രണ്ട്സ്, ഷെയറും കൂടി. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.